ഹായ് വെൽക്കം ബാക്ക് ടു അബിസ് വ്യൂസ്. നമ്മൾ സാധാരണ വാട്സപ്പിൽ നമുക്ക് കുറേ കോൺടാക്ട്സുകൾ കാണാം അല്ലേ. ചില സമയത്ത് നമ്മൾക്ക് വാട്സപ്പിൽ മാത്രമേ ആ കോൺടാക്ട്സ് കാണുള്ളൂ. പക്ഷേ നമ്മൾ ഫോണിൻ്റെ കോൺടാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺടാക്ട്സ് ഒന്നും അതിൽ കാണില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പിലെ കോൺടാക്ട്സ് ഇങ്ങനെ വന്നെന്ന് അറിയും. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ആർക്കെങ്കിലും വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അയക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ആ നമ്പർ സേവ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് എൻ്റെ വീഡിയോ പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. വാട്സപ്പിൽ നമുക്ക് കുറേ കോൺടാക്ട്സുകൾ നമുക്ക് കാണാം അല്ലേ. വാട്സപ്പിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കുറേ കോൺടാക്ട്സുകൾ നമുക്ക് ഉണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ നമുക്ക് ഒരു പ്രാവശ്യത്തേക്കൊക്കെ നമുക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസൊക്കെ അയക്കാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്പറും ഉണ്ടാവും. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഒരൊറ്റ തവണത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നമ്പറുകൾ നമുക്ക് അനാവശ്യമായിട്ട് വാട്സപ്പിലുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു നമ്പർ നമുക്കിവിടെ ഫോണിൻ്റെ കോൺടാക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യ നമ്പറുകൾ വാട്സപ്പിൽ വന്നറിഞ്ഞ് വാട്സപ്പ് ഫുള്ളാവുന്നത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ, ഇതേപോലുള്ള കുറേ നമ്പേഴ്സ് നമുക്കിവിടെ അനാവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഏത് നമ്പറാണ് അനാവശ്യമായിട്ട് നമുക്ക് വന്ന് കിടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു നമ്പർ കാണിച്ചു തരാം. ആ ഒരു നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ആ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ട്. നമുക്ക് 3 ഡോട്ട്സ് കാണാം. ആ പ്രൊഫൈൽ നെയിമിൻ്റെ നേരെ ആ കോർണറിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കോൺടാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിക്ക് ചെയ്യാം. വ്യൂ കോൺടാക്ട്. അപ്പോൾ നമുക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴേക്ക് കാണുന്നുണ്ട്. അവിടെ നിന്ന് ഉള്ള 3 ഡോട്ട്സും കൂടി ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് വ്യൂ അഡ്രസ് ബുക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. വ്യൂ അഡ്രസ് ബുക്ക്. ഇവിടെ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു അക്കാഡമീൻ്റെ നമ്പറാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഡീറ്റെയിൽസുള്ള ബ്ലോക്ക് നമ്പേഴ്സുള്ള ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്ക് അതിൽ വേണ്ടത് അവിടെയും ഒരു 3 ഡോട്ട്സ് നമുക്ക് കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ്. ഒരു 4-5 പ്രാവശ്യം നമ്മൾ ഉള്ളോട്ടേക്ക് കയറി കഴിഞ്ഞാലേ ഇത് കാണുള്ളൂ. ഇവിടെ ഡിലീറ്റ് കോൺടാക്റ്റിൽ നമ്മൾ കോൺടാക്റ്റ് ഡിലീറ്റ് കൊടുക്കുക. ഇവിടെ ഡിലീറ്റ് കൊടുക്കുമ്പോൾ സമയത്ത് കണ്ടില്ലേ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഗൂഗിൾ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറും ഡിലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ, ആ ഒരു പേര് മാത്രമേ നമുക്ക് ഡിലീറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മൊത്തമായിട്ട്, അതായത് അവരുടെ ആ നമ്പർ അടക്കം ഡിലീറ്റ് ആവണം. ഇപ്പോൾ കണ്ടില്ല, ആ നമ്പർ മാത്രമേ നമുക്കിവിടെ കാണുന്നുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നമ്പർ മാത്രമേ ഉള്ളൂ. നേരത്തെ പേരുണ്ടായിരുന്നു, നമ്പർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പർ കാണുന്നില്ല, അവിടെ ലോങ് പ്രസ് ചെയ്യുക. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഓൾസോ ഡിലീറ്റ് മീഡിയ റിസീവ്ഡ് ഇൻ ദി ചാറ്റ് ഫ്രം ഡിവൈസ് ഗാലറി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചെക്ക് ബോക്സും കൂടി ടിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അയച്ചിരിക്കുന്ന എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ചെക്ക് ബോക്സിലും കൂടി ടിക്ക് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ഫോണിൽ ചെയ്ത് നോക്കുക.